ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയുടെ 40% വരുന്നത് ഈ കടലെടുക്ക് വഴിയാണ്. ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഘാതത്തെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വെച്ചിരിക്കുന്ന ചരക്കുകൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ഇത് ചൈനയെ പോലെ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കും. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വരുത്തിവെക്കുന്ന വളരെ ഭയാനകമായിട്ടുള്ള സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ഇനിയും വേണ്ട വിധം ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇറാന് നേരെയുള്ള അമേരിക്കൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ഫലങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആഘാതങ്ങളും. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വരുത്തിവെക്കുന്ന വളരെ ഭയാനകമായിട്ടുള്ള സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് ഇനിയും വേണ്ട വിധം ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഇറാൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. പശ്ചിമേഷ്യയാണ് ലോകത്തിൻ്റെ എണ്ണ വിപണിയുടെ, അതായത് ഊർജ വിപണിയുടെ ഏറ്റവും പ്രധാന മേഖല. അതുമാത്രമല്ല, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള, ഏഷ്യയും യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലിടുക്ക്, ഹോർമുസ് കടലിടുക്ക്, ഇറാൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിനെയാണ്. അതിലൂടെയാണ് എണ്ണ വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 25%, ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 25%-ഓളവും അതിലൂടെയാണ് കടന്നു പോകുന്നത്, ടാങ്കറുകൾ വഴി. അതേപോലെ തന്നെ ധാരാളം സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യമുള്ള നിരവധി സംഗതികളുണ്ട്. പശ്ചിമേഷ്യയിലേക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ചരക്കുകൾ, പശ്ചിമേഷ്യയിൽ നിന്ന് പോകുന്ന മറ്റ് ചരക്കുകൾ, ഇതൊക്കെയുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആയിട്ട് വന്നിരിക്കുന്നത് ഏഷ്യയിലെ ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ ഏറ്റവും വലിയ ഇക്കോണമികളിൽ ആവശ്യമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ ഒരു വലിയ പങ്ക് വരുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയുടെ 40% വരുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ചരക്ക് വരുന്നത് തടയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പെട്രോളിയത്തിൻ്റെയും ഡീസലിൻ്റെയും വരവ് കുറയും, അതിൻ്റെ ലഭ്യത കുറയും. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ ലഭ്യത കുറയും. അതേപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയെ മുന്നോട്ട് നയിക്കുന്ന ഈ പെട്രോളിയം, അതുപോലെ ഊർജ്ജ ഇന്ധനങ്ങൾ, അതെല്ലാം വളരെ പ്രതിസന്ധിയെ നേരിടും. അതിൻ്റെ ആഘാതം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ, ഓയിൽ കമ്പനികൾ ഡൊമസ്റ്റിക് ഗ്യാസിനും കൊമേഴ്ഷ്യൽ ഗ്യാസിനും വില വല്ലാതെ വർദ്ധിപ്പിച്ചത്. 60 രൂപയാണ് ഒരു കുറ്റി ഗ്യാസിന് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വലിയ തോതിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും വിഭവങ്ങളുടെയും വില വർദ്ധിപ്പിക്കാതെ ഇന്ത്യക്ക് നിവൃത്തിയില്ലാത്ത വരും. പെട്രോളിയം കമ്പനികൾക്ക് ധാരാളം വരുമാനമുണ്ടായിട്ടുണ്ട്, വമ്പിച്ച് ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അമിതമായിട്ടുള്ള ചെലവുകൾ, പെട്രോൾ ഇറക്കുമതിയിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്രോളിയം സാധനങ്ങളുടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വമ്പിച്ച വർധനവ് വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. നേരത്തെ പെട്രോളിൻ്റെ വില കുറഞ്ഞ സമയത്ത്, ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില നിരന്തരം കുറഞ്ഞ സമയത്ത് ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ ആ ലാഭം മുഴുവൻ കുന്നുകൂട്ടുകയായിരുന്നു. അതിലൊരു നയാ പൈസ പോലും ഉപഭോക്താവിന് അവർ നൽകിയിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ കൂട്ടിവെച്ച ലാഭം ഇപ്പോൾ ഉണ്ടെന്നും അതുകൊണ്ട് തൽക്കാലം വില കൂട്ടുകയില്ല എന്നുമാണ് പറയുന്നതെങ്കിലും അത് അധികം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അധികം വൈകാതെ വില കൂടും. ഇതിനേക്കാളിപ്പോൾ ഒരു വലിയ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ചരക്ക് കടത്തുകൾ, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ചരക്കുകൾ, അതുപോലെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ചരക്കുകൾ, ഈ ചരക്കുകളുടെ വിപണനം അല്ലെങ്കിൽ അവയുടെ കൈമാറ്റം, അവയുടെ ഇറക്കുമതി കയറ്റുമതിക്ക് ആവശ്യമായ ഈ വ്യാപാരത്തിനാവശ്യമായ കപ്പൽ നീക്കം,
അതും വലിയ തോതിൽ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി ചരക്കുകളിൽ പലതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പിന്നെ തുറമുഖങ്ങൾ വിട്ടുപോയിട്ടില്ല എന്നാണ്. തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സാമ്പത്തിക പത്രങ്ങളിൽ കാണുന്ന വാർത്തകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ചരക്കുകൾ അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ കൂടിയുണ്ട്. ഇത് ചൈനയെ പോലെ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കും. ചൈന ലോകത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ് ആയിട്ട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ചൈനീസ് ഇക്കോണമിയെ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചൈനീസ് ഇക്കോണമിയെ സംബന്ധിച്ച് അവർ നൽകിയിരിക്കുന്ന ഒരു പഠനപ്രകാരം അവർ 2026-27 വർഷത്തിൽ അവരുടെ പ്രതീക്ഷിതമായിട്ടുള്ള GDP വർധനവ് 5% വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അവരുടെ പുതുക്കിയ കണക്കുകൾ പ്രകാരം 4.5% വർധനവ് മാത്രമാണ്, വികാസം മാത്രമാണ്, വളർച്ച മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് യുദ്ധം മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന വാണിജ്യ യുദ്ധങ്ങളും മറ്റ് പ്രശ്നങ്ങളും അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗൾഫ് യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘടകമായിട്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമാണ്. ഇന്ത്യക്ക് അതൊരു വലിയ പ്രശ്നമാണ്. മറ്റു പല രാജ്യങ്ങൾക്കും ഇതൊരു പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഘാതത്തെ നമ്മൾ കാണേണ്ടത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും അധികം വൈകാതെ ബാധിക്കും. താൽക്കാലികമായിട്ട് യൂറോപ്പിലേക്ക് അധികവും ഗ്യാസ് പൈപ്പ് ലൈൻ വഴിയാണ് ഗ്യാസുകളൊക്കെ വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഭവങ്ങൾ, പെട്രോൾ അടക്കമുള്ള സംഗതികളിൽ അവർക്ക് വെനിസ്വേല അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ കൊണ്ടുവരാം. അമേരിക്കയിൽ തന്നെ അത്തരം വിഭവങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കയെ വലിയ തോതിൽ ഇതുവരെ ബാധിച്ചിട്ടില്ലെങ്കിലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചരക്ക് കടത്ത് വലിയ തോതിൽ തടയപ്പെടുന്നതോടുകൂടി, വ്യാപാരം വലിയ തോതിൽ തടയപ്പെടുന്നതോടുകൂടി യൂറോപ്പിലെയും അമേരിക്കയിലും ഷെൽഫുകളിൽ ഉപഭോഗ വസ്തുക്കൾക്ക്, അവരുടെ ഉപഭോഗത്തിനുള്ള സംഗതികൾക്ക് വലിയ ഷോർട്ടേജ് വരാനിടയുണ്ട്. ഷോർട്ടേജ് വരുമ്പോൾ വിലക്കയറ്റം കൂടും. ഈ ഒരു പ്രതിസന്ധി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം വ്യാപകമായിട്ട് വരാൻ പോകുന്ന വിലക്കയറ്റത്തിന് പുറമെ തൊഴിലില്ലായ്മയാണ്. കാരണം ഫാക്ടറികൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, വ്യാവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഈ സാധാരണ നിലയിലുള്ള തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിൽ നഷ്ടപ്പെടും. ഫാക്ടറികൾ അടച്ചുപൂട്ടും. അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടുന്നില്ലെങ്കിൽ ഡ്രൈവർമാർക്ക് തൊഴിലില്ലാണ്ട് മറ്റു പല മേഖലകളിലും ഈ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളുടെ എന്താ പറയുക മാന്ദ്യം വരുന്നതോടുകൂടി വമ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും ലോകത്തെ അലട്ടുന്നൊരവസ്ഥയിലേക്കാണ്. ഇത് ഒരു ഗൗരവമുള്ള പ്രതിസന്ധിയിലേക്ക് ലോകത്തെ നയിക്കും. ലോകത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് 3 വർഷത്തോളം നീണ്ടുനിന്ന കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് ലോകം പതുക്കെ കരകയറുന്ന സമയത്താണ് ഈ മട്ടിൽ പുതിയൊരു ആഘാതം കൂടി ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത്. ഇതിനെ ഫലപ്രദമായി നേരിടാനുള്ള ശേഷി ഇന്ന് ലോകത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധം, അമേരിക്കയും ഇസ്രായേലും നടത്തിയിരിക്കുന്ന കടന്നാക്രമണം ലോകത്തെ സംബന്ധിച്ച് ഒരു വലിയ ബാധ്യതയായിട്ട്, പ്രതിസന്ധിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ സാധാരണക്കാരായ ആളുകൾ ഈ 2 രാജ്യങ്ങളുടെയും ഏകപക്ഷീയമായ യുദ്ധത്തിനെതിരായിട്ട് അധികം വൈകാതെ തെരുവിൽ അണിനിരക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.